ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗഡി ഓടിച്ചാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക T20 ഹിസ്റ്ററി. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള T20 മത്സരങ്ങളുടെ ചരിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 2020 പരമ്പര ഇപ്പോഴും നടക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയിലാണ് നടക്കുന്നത്. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ സൗത്ത് ആഫ്രിക്ക 1-0 മുന്നിലാണ്. മൂന്നാമത്തെ മത്സരം ഡിസംബർ 14 ജോഹാൻസ്ബർഗിൽ നടക്കും. ആദ്യത്തെ മത്സരം ഉപേക്ഷിച്ചു. രണ്ടാമത്തെ മത്സരം സൗത്ത് ആഫ്രിക്ക വിജയിച്ചു. മൂന്നാമത്തെ മത്സരം ഡിസംബർ 14 ജോഹാൻസ്ബർഗിൽ നടക്കും. അതിൽ സൗത്ത് ആഫ്രിക്ക വിജയിച്ചാൽ സൗത്ത് ആഫ്രിക്ക കപ്പ് ഉയർത്തും. ഇന്ത്യ വിജയിച്ചാൽ പരമ്പര സമനിലയിലാവും. അപ്പോൾ ഇവർ തമ്മിലുള്ള ചരിത്രം നോക്കുമ്പോൾ ഇവർ ആദ്യമായി ഏറ്റുമുട്ടുന്നത് T20 മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് 2006-ലാണ്. 2006 ഡിസംബർ 1 ജോഹാൻസ്ബർഗിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തുന്നു. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ആദ്യ T20 മത്സരം എന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആദ്യത്തെ T20 മത്സരമായിരുന്നു ഇത്. ഇന്ത്യ ആദ്യമായി കളിക്കുന്ന T20 മത്സരമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. മൊത്തത്തിൽ ഇന്ത്യ ആദ്യമായി കളിക്കുന്ന T20 മത്സരമായിരുന്നു ഇത്. അതിൽ ഇന്ത്യ വിജയിക്കുന്നു. പിന്നീട് ഇവർ തമ്മിൽ 24 തവണ ഏറ്റുമുട്ടിയതിൽ 13 തവണ ഇന്ത്യ വിജയിച്ചു, 10 തവണ സൗത്ത് ആഫ്രിക്ക വിജയിച്ചു, ഒരു മത്സരം ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യക്കാണ് മേൽക്കോയ്മ. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ 7 മത്സരങ്ങൾ കളിച്ചതിൽ 5-ലും ഇന്ത്യ വിജയിച്ചു, 2-ത്തിൽ സൗത്ത് ആഫ്രിക്ക വിജയിച്ചു. അങ്ങനെയാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കോയ്മ. മൊത്തം റെക്കോർഡ്സ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യക്കാണ് മേൽക്കോയ്മ. അപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ്, ഈ യുവ ടീമാണ്. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിയെല്ലാം വിശ്രമം അനുവദിച്ചതുകൊണ്ട് യുവ ടീമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്. സൂര്യകുമാർ യാദവാണ് നയിക്കുന്നത്. അപ്പോൾ അപ്പുറം സൗത്ത് ആഫ്രിക്ക നോക്കുകയാണെങ്കിൽ എയ്ഡൻ മാക്രമാണ് ക്യാപ്റ്റന്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അവിടെ. അപ്പോൾ അടുത്ത മത്സരം, അതായത് 14 നടക്കുന്ന ജോഹാൻസ്ബർഗിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വിജയിച്ച് പരമ്പര സമനിലയിലാകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.